നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരും തന്നെ കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും അതുകൂടാതെ ക്ഷേമ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും നമ്മുടെ റേഷൻ കാർഡിൽ നീല വെള്ള റേഷൻ കാർഡിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലോട്ട് മാറ്റാനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഇതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ ഷെയർ ചെയ്തോളൂ. വളരെയധികം പ്രയോജനപ്പെടുന്ന വീഡിയോ ആണിത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും തന്നെ കാത്തിരുന്ന നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ കുറിച്ചിട്ടാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകൾക്ക് മറ്റ് പെൻഷനുകളൊന്നും കൈപ്പറ്റാത്തവരും ഇതുകൂടാതെ AAY, PHH, പിങ്ക് മഞ്ഞ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായ സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾക്ക്, ഇത് ട്രാൻസ് വുമൻസ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിലൂടെ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് നൽകുന്നത്. സംസ്ഥാനത്തെ വിശാലമായ സാമൂഹ്യ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ, പ്രത്യേകിച്ച് ആവശ്യക്കാരെ ഉന്നമിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കേന്ദ്ര പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി സുതാര്യതയ്ക്കായി ഓൺലൈനായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനം സ്പോൺസർ ചെയ്യുന്ന ഒരു ക്ഷേമ പദ്ധതിയാണിത്. നമ്മുടെ സംസ്ഥാന സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം പുറപ്പെടുവിച്ചെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു നോട്ടിഫിക്കേഷൻസും വന്നിട്ടില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിലവിൽ മാറ്റിവെച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസും രജിസ്ട്രേഷൻ, ഫോം ഫില്ലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉടനടി തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു പദ്ധതിയിലേക്കായിട്ടുള്ള അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടത് പല രീതിയിലും അഭ്യൂഹങ്ങൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് നിങ്ങളുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആണ്. അത് എത്രയും വേഗം തന്നെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഉടനടി തന്നെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആധാർ കാർഡ് ആവശ്യമാണ്. റേഷൻ കാർഡ് പിങ്ക്, യെല്ലോ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോട്ടോ, വിലാസം, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ രേഖകളാണ് സമർപ്പിക്കേണ്ടത്. ആധാർ നമ്മുടെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. സേവന പെൻഷന്റെ വെബ്സൈറ്റിലാണ് നമ്മൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. ഈ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ തന്നെ CSC സെന്ററുകൾ വഴിയും ഒക്കെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. അർഹതപ്പെട്ടിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തായിരിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു 1000 രൂപയായി ധനസഹായം കൊടുക്കുന്നത്. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഫോം ഫില്ല് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കൂടി കാണാം. ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐകാർഡിലും എൻഡ് സ്ക്രീനിലും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കാം. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലായിട്ടൊക്കെ നിങ്ങൾക്ക് 2000 രൂപ കിട്ടിക്കാണും. കിട്ടാത്തവർക്കൊക്കെ ഈ വരുന്ന 24-ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ തുക എത്തിച്ചേരുന്നതാണ്. ക്രിസ്മസ്, പുതുവത്സരം പ്രമാണിച്ചാണ് വിതരണം നേരത്തെ ആക്കിയിട്ടുള്ളത്. ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മുടെ പെൻഷൻ തുകയിൽ വർധന ഉണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ബഡ്ജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ അടുത്ത വർഷം ജനുവരി മാസം മുതൽ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തവരും അതുകൂടി എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കുക. ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നവരും അതും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിരവധി കുടിശ്ശികകളുണ്ട്. ഇതുൾപ്പെടെ നൽകേണ്ട സാഹചര്യമാണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള വിവിധ പദ്ധതികളുമുണ്ട്, ജനക്ഷേമ പദ്ധതികൾ. അപ്പോൾ ഇവയിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മാസം തന്നെ ഇതെല്ലാം ആരംഭിക്കുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ
സർക്കാരിന്റെ വിവിധ കാര്യങ്ങൾ, വിവിധ ആനുകൂല്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ വിതരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പെൻഷൻ വിതരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ക്യാഷ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ ആധാർ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റസ് പരിശോധിക്കാവുന്നതാണ്. ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം കണ്ടെത്തി വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ സമർപ്പിക്കാമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ സമർപ്പിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അടുത്തതായിട്ട് ഇനി പെൻഷൻ 2500 രൂപയിലേക്ക് വർധനം എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനുവരി മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ മാസം 31-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക. എത്രയും വേഗം തന്നെ അർഹതപ്പെട്ടവർ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഓപ്പൺ ആണ്. നിലവിൽ ഈ ഒരു അവസരം പാഴാക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അർഹതയുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡ് നൽകുന്നതായിരിക്കും. നീല റേഷൻ കാർഡിലുള്ളവർക്കാണ് ഈ ഒരു അവസരമുള്ളത്. അതിനുവേണ്ടി നമ്മൾ BPL റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്നുള്ള സാക്ഷ്യപത്രം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബവാർഷിക വരുമാനം അത് തെളിയിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രോഗാവസ്ഥ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള സാക്ഷ്യപത്രത്തിൽ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുൻഗണന തെളിയിക്കുന്ന ഈ രേഖകളെല്ലാം തന്നെ നമ്മൾ ഹാജരാക്കി കഴിഞ്ഞ് കൂടുതൽ മാർക്കുകൾ ഇതുവഴി നേടാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ കൂടുതൽ മാർക്കുകൾ നേടുന്ന വ്യക്തികൾക്കാണ് ഇതിൽ മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള BPL റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡിന്റെ ഒഴിവുകളിലേക്ക് അതിനനുസരിച്ച് വിതരണം ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ മെസ്സേജ് ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം മുതൽ തന്നെ പിന്നീട് BPL റേഷൻ കാർഡിന്റെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങാനായിട്ട് അർഹതയുള്ളവരായിട്ട് തീരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള ബില്ല് അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ പൂജ്യബാബു ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി യോജന എന്ന പേരിൽ അറിയപ്പെടും. 100 തൊഴിൽ ദിനങ്ങളുണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി 125 ദിവസമായി വർദ്ധിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മിനിമം വേതനം 240 ഉയർത്തിയിട്ടുണ്ട്. ഗ്രാമവികസനം ലക്ഷ്യമിട്ട് സംസ്ഥാനം നിർദ്ദിഷ്ട ആനുകൂല്യങ്ങളിലൂടെ കേരളം അതിന്റെ പ്രതിബദ്ധത നിലനിർത്തുമ്പോൾ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഐഡന്റിറ്റിയും സാമ്പത്തിക ഭാരവും പുതുക്കിയാണ്. 2005 ഓഗസ്റ്റ് 25-നാണ് പാർലമെന്റ് പാസാക്കിയ യഥാർത്ഥ ബില്ലിന്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുള്ള നിയമം എന്നായിരുന്നു. പിന്നീടത് 2009 മഹാത്മാഗാന്ധി എന്നുള്ളത് കൂടെ ചേർക്കുകയായിരുന്നു. 2005-ലാണ് തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഗ്രാമീണ കുടുംബങ്ങളിലെ പ്രായപൂർത്തിയ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതി പ്രകാരം ലഭിക്കും. തൊഴിലില്ലായ്മ, വേതനത്തിന് തുല്യ ജോലിക്ക് തുല്യ വേതനം, പ്രകൃതി വിഭവ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം ഇവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്